ഹരി ഓം തസ്സത് പരമാത്മനേ നമഃ. ഓം ശം നോ മിത്രശം വരുണഃ ശം നോ ഭവത്വര്യമഃ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമഃ. നമോ ബ്രഹ്മണേ നമസ്തേ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാമവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യച്ഛന്ദസാ വൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോऽധ്യമൃതാ സംബഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം. ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമ കർണാഭ്യാം ഭൂരിവിശ്രുവം ബ്രഹ്മണ കോശോऽസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമഹം വൃക്ഷസ്യരേരിവ കീർത്തിഃ പൃഷ്ടംഗിരേരിവ ഊർധ്വപവിത്രോ വാജിനീവ സ്വമൃതമസ്മി ദ്രവിണം സവർച്ചസം സുമേധാ അമൃതോക്ഷിതഃ ഇതി ത്രിശങ്കോർവേദാനുവചനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണചക്ഷുശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോദ. നിരാകരണമസ്തു നിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോ മേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി വേദസ്യ വാണീസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഃ അനേനാധീതേനാഹോരാത്രാൻ സന്ദധാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം നോ അഭിവാദയ മനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർയശേമ ദേവഹിതം യദായുः. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹ ദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തേജോസി തേജോമയി ധേഹി വീര്യമസി വീര്യം മയി ധേഹി ബലമസി ബലം മയി ധേഹി ഓജോസി ഓജോ മയി ധേഹി മഞ്ഞുരസി മഞ്ഞും മയി ധേഹി സഹോസി സഹോ മയി ധേഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ദ്യൗഃ ശാന്തിരന്തരിക്ഷം ശാന്തി പൃഥിവീ ശാന്തിരാപശാന്തിരോഷധയഃ ശാന്തി വനസ്പതയഃ ശാന്തി വിശ്വേ ദേവാ ശാന്തി ബ്രഹ്മശാന്തി. സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാ മാ ശാന്തിരേധി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഓമാമ്നായാന്തൈകസംസിദ്ധം ആദിമധ്യാന്തവർജിതം ആനന്ദഘനമാപൂർണമാത്മജ്യോതിരുപാസ്മഹേ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരുൻ സന്തതമാനതോസ്മി. നമസ്ത്രയ്യന്തകാന്താരവിഹാരൈകപടീയസേ വാദിമത്തേ ഭസാഹർത്രേ വ്യാസകേസരിണേ സുതേ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ശ്രീതീർത്ഥപാദസന്യാസസമ്പ്രദായാദ്യ സദ്ഗുരും ശ്രീമദ്വിദ്യാധിരാജാഖ്യതീർത്ഥപാദയതിം ഭജേ. ജ്ഞാനാനകസുധാസിന്ധുശായിനം നരകാന്തകം നാരായണം നമോ ഭേദവാദിരാക്ഷസഭീകരം. നമസ്തസ്മൈ ശ്രീനീലകണ്ഠതീർത്ഥപാദായ യോഗിനെ ശ്രുതിമസ്തകൈലാസഗിരിശൃംഗവിഹാരിണെ. വിദ്യാധിരാജപാദാബ്ജസേവാലാലസമാനസം ശ്രീതീർത്ഥപാദപരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീവിദ്യാനന്ദതീർത്ഥപാദപരമഹംസ സദ്ഗുരുമാശ്രയേ. ശ്രീഗുരോ തീർത്ഥപാദസ്യ ശിഷ്യം ബ്രഹ്മജ്ഞമീശ്വരം ഭാവയേദ്ഭാവനാതീതം വിദ്യാനന്ദമഹാഗുരും. വിദ്യാനന്ദമഹർഷീന്ദ്രശിഷ്യരത്നം തപോനിധിം ചിസ്വരൂപഗുരും വന്ദേ ജ്ഞാനവൈരാഗ്യഭാസുരം. യദ്വാണീദ്യുമണിധ്വസ്താ മന്മോഹധ്വാന്തസന്തതി ശ്രീഗുരുൻ ഭാവയാമസ്താൻ ത്രയ്യന്താംബുജഭാസ്കരാൻ. നാരായണസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശർഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനപ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതം ഗമയ. ഹരി ഓം. ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഭഗവാൻ കർമ്മയോഗവും ജ്ഞാനയോഗവും 2-3 അധ്യായങ്ങളിലൂടെ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. അതൊരു സമഗ്ര ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൻ്റെ ഉപദേശം കഴിഞ്ഞ് അതാർക്കാണ് പ്രയോജനപ്പെടുന്നത് എന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവതരണികയാണ്. ഇവിടെ ശങ്കര ഭാഷ്യം നിങ്ങൾ കേട്ടു. ഇത് ശങ്കരാനന്ദി പഞ്ചദശി എഴുതിയ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ശങ്കരാനന്ദ. ശങ്കരാനന്ദി വ്യാഖ്യാനമാണ് ഇവിടെ ഞാൻ നോക്കുന്നത്. ദ്വിതീയാധ്യായേ തദനന്തര അധ്യായേ ച, 2-ാമത്തെ അധ്യായത്തിലും അതിനുശേഷമുള്ള 3-ാമത്തെ അധ്യായത്തിലും കർമ്മയോഗത്തിൻ്റെ ഉപായസ്യ ജ്ഞാനയോഗസ്യൈവ. കർമ്മം കൊണ്ട് ചിത്തശുദ്ധി വരുമ്പോൾ അന്ധകരണശുദ്ധി ഉണ്ടായി ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ശുദ്ധമാകും. കർമ്മയോഗമെന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. മറ്റേ വെറും കർമ്മഠന്മാരാണ്, കർമ്മകാണ്ഡികളാണ്. അവർക്ക് ഫലേച്ഛയോടുകൂടിയേ കർമ്മം ചെയ്യാൻ സാധിക്കൂ. എന്നാൽ കർമ്മം ചെയ്യുന്നത് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട്, ഫലാഗ്രഹമില്ലാതെ
കർമ്മം ചെയ്താൽ അത് നമ്മളുടെ അന്ധഃകരണ ശുദ്ധിക്ക് കാരണമാകും. അങ്ങനെ ശുദ്ധമായ അന്ധഃകരണത്തിൽ ശ്രവണേന്ദ്രിയത്തിലൂടെ എത്തുന്ന അറിവേ ഫലപ്രദമാവുകയുള്ളൂ. ജ്ഞാനം മോക്ഷ സാധനമായി തീരുകയുള്ളൂ. അങ്ങനെ ഉള്ള ആ ജ്ഞാനയോഗസ്യൈവ യേഷാ ബ്രാഹ്മീ സ്ഥിതിപാർത്ഥ എന്ന് 2-ാം അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞ യേഷാ ബ്രാഹ്മീ സ്ഥിതിപാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യ മന്ദകാലേവി ബ്രഹ്മനിർവാണം പൃച്ഛതി എന്ന് പറഞ്ഞത്. ഇത് സംസ്തഭ്യ ആത്മാനമാത്മന, ആത്മസ്വരൂപത്തിൽ തൻ്റെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിയിട്ട് ആത്മനാ സംസ്തഭ്യ, ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ പരബ്രഹ്മ അഭിന്നമായിരിക്കുന്ന അന്തരാത്മാവ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതുപോലെ ഈ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, ഇതൊക്കെ ഏതൊരു ചൈതന്യത്തിലാണോ വിളങ്ങുന്നത്, വെളിച്ചമില്ലെങ്കിൽ നമ്മളെല്ലാം ഇരുട്ടിൽ മറഞ്ഞു പോകുന്നത് പോലെ അജ്ഞാനം കൊണ്ടെല്ലാം മൂടപ്പെട്ടിരിക്കുകയാണ്. അത് ശുദ്ധമായ അന്ധഃകരണത്തിൽ ആ ബോധം ഉണ്ടാവും. അതാണ് പറഞ്ഞത് സംസ്തഭ്യ ആത്മാനമാത്മന ഇത്യാദി വചനൈഹി മോക്ഷൈക സാധനം ത്വം. മോക്ഷത്തിന് ഒരേ ഒരു സാധനമാണ് ജ്ഞാനം. മറ്റേത് സാധനമാണ്, പക്ഷേ പരമ്പരയാ സാധനമാണ്. ചിത്തശുദ്ധി ദ്വാര ശ്രവണാദി കൊണ്ട് ജ്ഞാനം ഉണ്ടാകുമ്പോൾ മുക്തരാകും. അപ്പോൾ പ്രതിപാദ്യ ആ ജ്ഞാനസാധനത്തെ പറഞ്ഞിട്ട് അധുന തസ്യൈവ യോഗ്യസ്യ, അങ്ങനെ യോഗ്യതയുണ്ടായവന് യേഷ പന്ഥ ഏത് കർമ്മ, ഇതാണ് ജ്ഞാനത്തിനുള്ള മോക്ഷത്തിനുള്ള മാർഗം. ഈ കർമ്മം അതിന് ഉപകരിക്കും. ഏക കർമ്മ ഏതത് ബ്രഹ്മ, ഇത് പരബ്രഹ്മമാണ്. ഇത്യാദി ശ്രുതിപ്രമാണകത്വേ സിദ്ധേവി, ശ്രുതിയാണ് ഇതിനൊക്കെ മൂലപ്രമാണമായിട്ടുള്ളത്. ഗീതയുടെ മൂലം ശ്രുതിയാണ്. സിദ്ധേവി സിദ്ധപരമ്പരാഭിവഗത ത്വേനാഭി, സിദ്ധപരമ്പരകൾ, ആത്മജ്ഞാനം നേടിയ ഋഷീശ്വരന്മാരും ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പ്രാമാണ്യം സൂചയിതു. സിദ്ധന്മാരുടെ അനുഭവം പ്രമാണമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇതം ആഹാ ശ്രീ ഭഗവാൻ. ഇനി അടുത്ത മന്ത്രം ഭഗവാൻ പറയുകയാണ്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം, ചൊല്ലിക്കൂ, പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഇമം യോഗം, ഈ യോഗം, വിവസ്വതേ, വിവസ്വാൻ സൂര്യഭഗവാന്, ആ യോഗം എങ്ങനെയുള്ള യോഗമാണ്? അവ്യയം യോഗം, വ്യയമില്ലാത്ത, നാശമില്ലാത്ത, നിത്യമായ ആ ജ്ഞാനയോഗം. ജ്ഞാനയോഗം ആദ്യം ഞാനെന്ന് പറഞ്ഞാൽ പരമാത്മാവ്, പരബ്രഹ്മം തന്നെയാണ് സൂര്യഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. അദ്ദേഹം തൻ്റെ പുത്രനായ മനുവിന് ഉപദേശിച്ചു, മനു തൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. വിവസ്വാൻ മനവേ പ്രാഹ, വിവസ്വാൻ സൂര്യൻ തൻ്റെ ജ്യേഷ്ഠപുത്രനായ മനുവിന് അത് ഉപദേശിച്ചു. മനു ഇക്ഷ്വാകവേ, സൂര്യവംശം എന്ന് ശ്രീരാമചന്ദ്രൻ്റെ ആ കുലത്തെ പറയുന്നത് അതുകൊണ്ടാണ്. വിവസ്വാനാണ്, സൂര്യനാണ് ആദ്യം
അപ്പോൾ ആ സൂര്യവംശത്തിൻ്റെ ആ ഔത്കൃഷ്ട്യം ഇപ്പോൾ തന്നെ ജനുവരി 22-ന് അയോധ്യയിൽ ബാലശ്രീരാമൻ്റെ പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ലോകമെമ്പാടും ആരാധിക്കുന്ന ഒരു അവസ്ഥ നേരത്തെ തന്നെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പൂർത്തീകരണം എത്രയോ കാലമായി തച്ചുടച്ച് മറ്റു പല വിധത്തിലുമാക്കി ഇട്ടിരുന്നതിനെയൊക്കെ മാറ്റി നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണചക്രം വന്നതിൻ്റെ പരിണതഫലമായിട്ട് പഴയ പ്രൗഢിയിലേക്കത് ഉയർന്നു. അതിനുപരിയായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് വളരാൻ പോകുന്നു. ആ പരമ്പരയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സൂര്യവംശം, ഇക്ഷ്വാകു വംശം. ശ്രീരാമനുമൊക്കെ ഇക്ഷ്വാകു വംശത്തിലാണ് പിറന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ചന്ദ്രവംശത്തിലാണ്, ശ്രീരാമൻ സൂര്യവംശത്തിൽ. അങ്ങനെയുള്ള ആ സൂര്യവംശജാതനായ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന സുവർണ അവസരമാണ്. എന്നും തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ദിവസമാണ്. അപ്പോൾ ഇവിടെ ആ ഭഗവാന്റെ ഈ ജ്ഞാനയോഗം അത് അവ്യയം എന്ന് പറയാൻ കാരണം എന്താണ്? അവ്യയ ഫലം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ ഫലം കൊടുക്കുന്ന ജ്ഞാനത്തെയും അവ്യയമെന്ന് പറയുന്നു. ഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതിനൊക്കെയും നാശമില്ലയോ എന്ന് ചോദിക്കാം. ജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നു പറഞ്ഞാൽ ഉള്ള വസ്തു ജ്ഞാനം കൊണ്ട് വെളിപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇല്ലാത്തതൊന്നും പുതുതായിട്ട് അറിവുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് മുക്തി എന്ന് പറയുന്നത് നേരത്തെ തന്നെ സിദ്ധമാണ്. എന്നാൽ നമ്മൾ അറിയാതെ ആ ഫലത്തിനു വേണ്ടി കർമ്മങ്ങളിലോ ഉപാസനകളിലോ ക്ഷേത്ര ആരാധനകളിലോ ഒക്കെ ഇടപെട്ട് മുഴുകി കഴിയുകയാണ്. അതുപോലെ കർമ്മം അനുഷ്ഠിച്ച് സ്വർഗലോകത്ത് പോയി സുഖം അനുഭവിക്കാം. എല്ലാ പ്രവൃത്തികളുടെയും ഉദ്ദേശ്യം ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയുമാണ്. ദുഃഖമില്ലാതാകണം, ആത്യന്തികമായ ദുഃഖനിവൃത്തി, ഇനിയും ഒരു ദുഃഖം ഉണ്ടാകാത്ത വിധത്തിലുള്ള ദുഃഖനിവൃത്തിയും ഇതിൽ കവിഞ്ഞ മറ്റൊരു ആനന്ദമില്ലാത്ത വിധത്തിലുള്ളതായ പരമാനന്ദപ്രാപ്തി, അതാണ് മോക്ഷസ്വരൂപം. അത് നേരത്തെ തന്നെ സിദ്ധമാണ്. അദ്വിതീയമാണല്ലോ ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് നമ്മളുടെ ഉള്ളിൽ നാമായും കുടികൊള്ളുന്നത്, ജീവനായും കുടികൊള്ളുന്നത്. ജീവൻ വേറെയല്ല. തത് സൃഷ്ട്വാ തദൈവാനുപ്രാവശ്യ. ഭഗവാൻ ഈ ജീവൻ്റെ ഉപാധിയെ സൃഷ്ടിച്ചിട്ട് ജീവരൂപത്തിൽ പ്രവേശിച്ചതും ആ സൃഷ്ടികർത്താവായ ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്നുള്ളത്, ഈശ്വരൻ തന്നെയാണ് നാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെയാണ് ക്ലേശങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കുന്നത്. അത് മാറാൻ ആണ് പറഞ്ഞത്. അവ്യയമായിരിക്കുന്ന ഈ യോഗത്തെ, നാശമില്ലാത്ത ഈ ജ്ഞാനയോഗത്തെ, ഞാൻ എന്ന് പറയുമ്പോൾ പരമാത്മാവ്, പരബ്രഹ്മം, സൂര്യ ഭഗവാൻ ആദ്യത്തെ അധികാരിയായിട്ടുള്ള സൂര്യനെ ഉപദേശിച്ചു കൊടുത്തു. വിവസ്വാൻ മനവേ പ്രാഹ മനുഹു ഇക്ഷ്വാകവേ അബ്രവീത്. മനു തൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിന് അത് ഉപദേശിച്ചു കൊടുത്തു. അഹം എന്നുള്ളതിൻ്റെ അർത്ഥം പറയുന്നു പരമാത്മാ. പരമാത്മാവ് തന്നെയാണ്. ഇവിടെ ശ്രീകൃഷ്ണനാണ് പറയുന്നതെങ്കിലും ശ്രീകൃഷ്ണഭാവത്തിലെ യശോദാപുത്രനായ അല്ലെ ദേവകീപുത്രനായിട്ടൊന്നും അല്ല പറയുന്നത്. പരമാത്മാവ് നമ്മളെല്ലാം അതുപോലെ വാസ്തവത്തിൽ ഈ ശരീരമോ ശരീരകാരണഭൂതരായ അച്ഛനമ്മമാർ തന്നതോ ഒന്നുമല്ല. അവർ വാസ്തവത്തിൽ തൻ്റെ ഈ സ്വരൂപം എന്താണെന്ന് വെളിപ്പെടുത്തി തരുന്നത് ഗുരുക്കന്മാരാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതുപോലെ ഈശ്വരനെന്നും ഗുരുവെന്നും താനെന്നുമുള്ളത് ഉപാധിഭേദം കൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നെങ്കിലും ആകാശം പോലെ വ്യാപകമായ ആ പരമതത്വം അതിനെ കാണിച്ചു തരുന്നത് ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഗുരുവും അച്ഛനും അമ്മയും എല്ലാം. അഹം പരമാത്മാ സൃഷ്ടിയാദൗ, ഈ സൃഷ്ടിയുടെ ആദികാലത്തിൽ അവ്യയ യോഗം അവ്യയമാണെന്ന്. അവ്യയ വേദൈക പ്രമാണകത്വ, നാശമില്ലാത്ത വേദം തന്നെയാണ്
ഈ പരമാത്മ ജ്ഞാനത്തിന് പ്രമാണമായിട്ടുള്ളത്. പ്രമാണത്വ അവ്യേഹ നസ പുനരാവർത്തതേ. ഈ തത്വം അറിഞ്ഞവൻ വീണ്ടും ജനിക്കുന്നില്ല. ദുഃഖത്തിന് കാരണം എന്താണ്? ജന്മമെടുത്തതാണ്. ജന്മമില്ലാതായാൽ ദുഃഖം എന്നേക്കുമായിട്ടില്ലാതാകും. ആ ജന്മമില്ലാതാകണമെങ്കിലോ സ്വരൂപം എന്താണെന്നറിയണം. പരമാത്മാവിൻ്റെ ക്ഷേത്ര ദർശനങ്ങൾ കൊണ്ടുപോലും നമുക്ക് എത്ര ആനന്ദം കിട്ടുന്നു. അപ്പോൾ ആ പരമാത്മാവ് നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ചാലുള്ള ആനന്ദം എത്ര വലുതായിരിക്കും. അത് ഊഹിക്കാൻ പോലും സാധിക്കുന്നതല്ല. എന്നാൽ ആ പരമാത്മാവിന് ഇരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഷഡ്വൈരികളെയാണ് വെച്ച് പുലർത്തുന്നത്. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ ഹി സന്ധാനരംഗമത് തത്രാപി നിത്യവും ഒരിക്കലിരുന്നരുക ചിത്താംബുജേ മമച നാരായണയെന്ന് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പാടിയത്. നമ്മൾ പരമാത്മാവിനിരിക്കേണ്ട സ്ഥാനത്ത് അഴുക്കുകളെല്ലാം നിറച്ചു വെച്ചിരിക്കുകയാണ്. 6 ശത്രുക്കളെയാണ്, ഷഡ്വൈരികളെയാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. അവരെ ഒഴിവാക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഈശ്വരന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈശ്വരന് സമർപ്പിക്കണം. അപ്പോൾ ഈശ്വരൻ ആ അന്ധകരണത്തെ ശുദ്ധമാക്കി, അങ്ങനെ ശുദ്ധമായ അന്ധകരണത്തിൽ ഭഗവാൻ സലക്ഷണമായിട്ട് പ്രകാശിക്കും. അങ്ങനെ ഒരു സമയം, ദിവസം ഒരു നേരമെങ്കിലും, അല്പസമയമെങ്കിലും ഭഗവാനെ ഒന്ന് ധ്യാനിക്കണം ഹൃദയത്തിൽ എന്നാണ് പറയുന്നത്. നസ പുനരാവർത്തേ ഇതി ശ്രവണാത് അവ്യയഫലകത്വാ. അവ്യയഫലത്തിന് ഹേതുവായതുകൊണ്ട് ഹേതുത്വാത് അവ്യേഹ. ഈ യോഗവും അവ്യേയമാണ്. ജ്ഞാനമെന്ന് പറയുന്നത് ജ്ഞാനയോഗം. കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി വന്ന് ഉപാസനകളും ആ ചിത്തശുദ്ധിക്ക് തന്നെ കാരണമാണ്. അങ്ങനെ ചിത്തശുദ്ധി വന്ന ആ ശുദ്ധ ഹൃദയത്തിൽ ശ്രവണമന്ന നിധ്യാസനം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടുന്ന ആ ജ്ഞാനം ഒരിക്കലും നശിക്കുന്നില്ല. അതുകൊണ്ട് അവ്യയ ഫലകമായതുകൊണ്ട് ഈ യോഗവും അവ്യയം എന്ന് പറഞ്ഞിരിക്കുന്നു. സർവം ബ്രഹ്മദർശന ഫല ലക്ഷണ യോഗ സാധ്യസ്യ. ബ്രഹ്മദർശനമെന്ന യോഗം, ബ്രഹ്മജ്ഞാനമെന്ന യോഗം, യോഗസാധ്യമായ മോക്ഷം, യോഗസാധ്യസ്യ മോക്ഷസ്യ വ്യയ അഭാവാത്. അതിൻ്റെ നാശം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അഭാവാത് ജ്ഞാനസ്യ അവ്യയ ഫലഹേതുത്വം. ആ ജ്ഞാനം അവ്യയമായ ഫലത്തിന്, മോക്ഷം എന്ന ഫലത്തിന് കാരണമാണ് ജ്ഞാനം. ഹേതുത്വം. യത് സാധ്യം, അതിൻ്റെ യാതൊരു സാധ്യമാണോ തത് യത് സാധ്യം തത് അനിത്യം. യാതൊരു വസ്തു ഉണ്ടാകുന്നതാണോ സാധിക്കുന്നതാണോ അതൊക്കെ അനിത്യമാണെന്ന് യുക്തി കൊണ്ട് പറയാം. കുടം മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നു, സാധ്യമാണ്. അത് പൊട്ടിപ്പോകുന്നതുമാണ്. വീട് എത്ര വർഷം കഴിഞ്ഞാലും, 100 വർഷം ഇപ്പോഴത്തെ കെട്ടിടങ്ങൾക്ക് ഇപ്പോഴതുമില്ല. ഇപ്പോൾ 25-50 വർഷമാകുമ്പോഴേ കെട്ടിടങ്ങളൊക്കെ തകർന്നു പോകും. ഏതൊക്കെ എത്ര മാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും അതൊക്കെയും നശിക്കുന്നത് തന്നെയാണ്. ഏത് സാധ്യം തത് നിത്യം. ഏതേത് സാധ്യമായിട്ടുണ്ടോ, സാധിക്കേണ്ടതായിട്ടുണ്ടോ, സാധിച്ചു വരുന്നുണ്ടോ അതൊക്കെയും അനിത്യമാണ്, നശ്വരമാണ്. അപ്പോൾ ഈ മോക്ഷവും സാധിക്കേണ്ടതാണ്, സാധിക്കുന്നതാണ്, ഉണ്ടായി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനും നാശമുണ്ടാവില്ലേ എന്ന ശങ്ക. യസ് സാധ്യം തദനിത്യം ഇതി മോക്ഷസ്യ ജ്ഞാനസാധ്യത്വാ ന നിത്യത്വം. ജ്ഞാനം കൊണ്ടുണ്ടാകേണ്ടതായതുകൊണ്ട് അത് നിത്യമല്ല എന്ന് യുക്തി കൊണ്ട് താർക്കികന്മാർ പറയും. അനിത്യം ഇതി ന അനുമാനസ്യ അവകാശ. ഈ അനുമാനത്തിനിവിടെ അവകാശമില്ല. കാരണം ഉക്ത ശ്രുതി പരാഹതത്വാ. ശ്രുതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിത്യമായ ഫലമാണ്, അവ്യയമായ ഫലമാണ് തരുന്നതെന്ന്. അപ്പം നസ പുനരാവർത്തി, വീണ്ടും അവന് ജനിക്കേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മോക്ഷം സിദ്ധിച്ചു. അപ്പോൾ ആ ശ്രുതി കൊണ്ട്, ശ്രുതി വിരുദ്ധമായതുകൊണ്ട് ഈ തർക്കം നിലനിൽക്കുന്നതല്ല, തർക്കം അതിനെ ബാധിക്കുന്നതാണ്. ശ്രുതി പരാഹതത്വാ തം അവ്യേയം.
അങ്ങനെ നിത്യഫലം, നിത്യമായ ഫലമാണ് മോക്ഷം. കാരണം അവിടെ ഉണ്ടാക്കുന്നില്ല. സാധ്യമെന്ന് പറയുമ്പോൾ ഉണ്ടായി വരുന്നതായിരിക്കണം. ഇതുണ്ടായി വരുന്നതല്ല, ഉള്ള വസ്തു വെളിപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ജ്ഞാനം കൊണ്ട് പ്രകാശിതമായതേ ഉള്ളൂ. സൂര്യപ്രകാശം വന്നപ്പോൾ നമ്മൾ കാണുന്ന വസ്തുക്കൾ പുതുതായിട്ടുണ്ടായതല്ലല്ലോ, നേരത്തെ തന്നെ ഉള്ളത് ആ പ്രകാശത്തിൽ നമ്മൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇമം അധ്യായദ്വയേന പ്രതിപാദിതം, ഈ 2 അധ്യായം കൊണ്ട്, 2ഉം 3ഉം അധ്യായം കൊണ്ട് പ്രതിപാദിച്ചതായ മോക്ഷൈക പ്രയോജനം യോഗം, മോക്ഷം തന്നെ ഒരേ ഒരു മുഖ്യമായ പ്രയോജനത്തോടുകൂടി ഈ യോഗം, ജ്ഞാനയോഗം, ഈ യോഗം ജ്ഞാനയോഗം അതെന്താണെന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. വിവസ്വതേ സൂര്യായ പ്രോക്തവാൻ അസ്മി, വിവസ്വാന് സൂര്യന് ഞാൻ സൃഷ്ടിയുടെ ആദിയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോക്തവാൻ അസ്മി. സ്വയം തീർണഃ പരാൻ താരയതി, സ്വയം മറുകര കടന്നെങ്കിലേ മറ്റുള്ളവരെയും മറുകര കടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സംസാരത്തിൽ പെട്ടുകിടക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ സംസാരത്തിന് മറുകര കടത്താൻ സാധിക്കുകയില്ല. സ്വയം ഈ സംസാരത്തിന് അക്കരെ കടന്ന ആത്മജ്ഞാനം സമ്പാദിച്ച മുക്തനായ ഒരാൾക്ക് മറ്റൊരാളെയും കൈപിടിച്ച് അവർ പോകുന്ന വഴി കാണിച്ചു കൊടുത്ത് അവിടെ കൊണ്ടുചെല്ലാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. സ്വയം തീർണഃ പരാൻ താരയതി, മറ്റുള്ളവരെയും മറുകര കടത്തുന്നു. ഇതി ന്യായേന സോവി വിവസ്വാൻ മനവേ പ്രാഹ, തൻ്റെ പുത്രനായ അവനെയും ഉദ്ധരിക്കാനുള്ള ഇച്ഛയോടുകൂടി മനുവിന് ഉപദേശിച്ചു കൊടുത്തു. വിവസ്വാൻ മനവേ പ്രാഹ, സ്വപുത്രായ, തൻ്റെ പുത്രന് ഉപദേശിച്ചു കൊടുത്തു. മനുരവി, മനുവോ അദ്ദേഹവും തൻ്റെ സ്വപുത്രായ ഉക്തവാൻ, തൻ്റെ പുത്രനെ കൊടുത്തു. അബ്രവീത്, ഉക്തവാൻ എന്ന അബ്രവീത്, ഉപദിഷ്ടവാൻ ഇത്യർത്ഥ. ആ തത്വം, ഈ യോഗം, ജ്ഞാനയോഗം ഉപദേശിച്ചു കൊടുത്തു തൻ്റെ പുത്രന്. ഇക്ഷ്വാകു എന്ന് പറയുന്നതാണ് വംശം. സൂര്യവംശമെന്നോ ഇക്ഷ്വാകു വംശമെന്നോ ഒക്കെ പറയും ശ്രീരാമൻ്റെ ആ വംശത്തെ. അങ്ങനെ ഇവം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. സ്വപ്രോക്ത ജ്ഞാനയോഗസ്യ, താൻ ഉപദേശിച്ചു കൊടുത്ത പരമ്പരയാ വന്ന ഈ ജ്ഞാനയോഗസ്യ വിശിഷ്ടജന പരിഗൃഹീതത്വേവി ത്വമേവ വിസ്പഷ്ടയതി. വിശിഷ്ടജനങ്ങൾ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട്, മുമ്പ് സ്വീകരിച്ചിരുന്നു എന്നുള്ളത്, ഇത് സ്വീകരിക്കുന്നവരൊക്കെയും വിശിഷ്ടന്മാരായി തീരും എന്നുള്ളതുകൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ജ്ഞാനം ആർക്കുണ്ടാകുന്നോ അവരൊക്കെയും സാമാന്യ ജനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തരായി തങ്ങളും മുക്തന്മാരായി തീരുന്നു, അതിലൂടെ വിശിഷ്ടന്മാരായി തീരും. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സ കാലേനേഹ മഹതാ യോഗോ നഷ്ടഃ പരന്തവ. ഏവം ഇപ്രകാരം പരമ്പരാപ്രാപ്തം, പരമ്പരയ, ഗുരുശിഷ്യ പരമ്പരയ അല്ലെ പിതൃപുത്ര പരമ്പരയ ഇങ്ങനെ പ്രവർത്തിച്ചു വന്ന ഈ യോഗം, ഈ ജ്ഞാനയോഗം രാജർഷയോ വിദുഃ, രാജാക്കന്മാരായ ഋഷിമാർ എന്നോ അല്ലെങ്കിൽ രാജാക്കന്മാരും ഋഷിമാരും എന്നോ രണ്ടർത്ഥവും പറയാം. അവർ അറിയുന്നു. സ ആ യോഗം മഹതാകാലേന, ദീർഘമായ കാലദൈർഘ്യം കൊണ്ട്, മഹതാകാലേന നഷ്ട, യോഗോ നഷ്ട, ആ യോഗം നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി. അല്ലയോ പരന്തവ, അർജുനനോട് പരനെ തവിപ്പിക്കുന്നവനെ, പരനെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കളെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വെളിയിലാണ് കാണുന്നത്, എങ്കിലും അതിൻ്റെ കാരണഭൂതമായിട്ടുള്ള ദോഷങ്ങളൊക്കെയും നമ്മളുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നു.
അങ്ങനെ ഉള്ള ദോഷങ്ങളെയും തവിപ്പിച്ച് കളയാൻ സാമർഥ്യമുള്ള അല്ലയോ അർജുന എന്ന് അർജുനെ സംബോധന ചെയ്യുകയാണ് പരന്തപ എന്ന വാക്കുകൊണ്ട്. ബ്രഹ്മനിഷ്ഠയ പരം, പരൻ എന്ന് പറഞ്ഞാൽ ശത്രു, ശത്രുവിനെ, ശത്രും കാമക്രോധാദി ലക്ഷണം. ഈ ശത്രു ആരാണ്? നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് എന്ന വിധത്തിൽ തോന്നുന്ന കാമക്രോധ ലോഭ മോഹമതം ആശ്ചര്യങ്ങളെന്ന 6 ശത്രുക്കളാണ് ഇവിടെ പരൻ എന്ന് പറഞ്ഞത്. കാമക്രോധാദി ലക്ഷണം താപയതി, അതിനെ ചൂടുപിടിപ്പിക്കുന്നു, അതിനെ അകറ്റുന്നു. താപയതി വെറുതെ തവിപ്പിക്കുക മാത്രമല്ല, വിനാശയതി, അതിനെ നശിപ്പിക്കുന്നു. കാമക്രോധാദി നമ്മുടെ ഉള്ളിലുള്ളതായ ദോഷങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് പരന്തപ ഇതി സംബുദ്ധി, സംബോധന, അല്ലയോ പരന്തപ എന്ന് അർജുനെ സംബോധന ചെയ്ത് പറയുകയാണ്. ആ കാമക്രോധാദികളെ നശിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അർജുനൻ എന്ന് സൂചിപ്പിക്കുകയാണ് ആ വാക്കുകൊണ്ട്. ഏവം ഉക്തരീത്യ, ഇപ്രകാരം പറഞ്ഞതുപോലെ, ഏവം പരമ്പര, ഏവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ, ഉക്തരീത്യ വിവസ്വദാദി വിശിഷ്ട ജന പരമ്പരയ പ്രാപ്തം. വിശിഷ്ടജനങ്ങൾ, വിവസ്വാൻ മുതലായ വിശിഷ്ടജനങ്ങളുടെ പാരമ്പര്യത്തോടെ വന്നു ചേർന്ന ഈ യോഗം, ഇങ്ങനെ പ്രചലിച്ചു പോകുന്ന യോഗം, ജ്ഞാനയോഗം. അതെന്താണ്? ജ്ഞാനയോഗം തന്നെയാണ് യോഗം. ഇമം അർവാചീന രാജർഷിയോ ജനകാദിയോ വിദുഹു. ഇപ്പോൾ നവീനരായ പ്രാചീനത്തിൻ്റെ വിരോധിയാണ്, അതിന് വിപരീതമാണ് അർവാചീനം. ഇന്ന് ഉള്ള ജനകൻ മുതലായ രാജർഷിമാർ അറിയുന്നു. ജനകാദയോ വിദുഹു ഏവമേവ, ഇതുപോലെ, വിദുഹു ഇതിവ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അവർ വരെയൊക്കെ അറിഞ്ഞിരുന്നു. ഏവമേവ വിദുഹു ഇതിവ, അല്ലെങ്കിൽ പറയുകയാണ് രാജാനശ്ചതേ ഋഷയശ്ച രാജർഷയ, രാജാക്കന്മാരും ഋഷിമാരുമായിട്ടുള്ളവർ, ഋഷിമാരും രാജാക്കന്മാരും ഒന്ന് തന്നെ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള രാജാക്കന്മാരും ഋഷിമാരും. ഋഷിമാരെന്ന് പറഞ്ഞാൽ മന്ത്രദൃഷ്ടാക്കളെയാണ് ഋഷിമാരെന്ന് നേരത്തെ പറയുന്നത്. ഋഷയോ മന്ത്രദൃഷ്ടാര, വേദമന്ത്രങ്ങളെ സ്വതപസ്സുകൊണ്ട് പ്രത്യക്ഷീകരിച്ച സാക്ഷാത്കരിച്ച ആളുകളാണ് ഋഷിമാർ എന്ന് പറയുന്നത്. എങ്ങനെയുള്ളവർ? രാജർഷയോ ജനകാദിയോ വിദുഹു ഏവമേവ വിദുരുത രാജാനശ്ചതേ ഋഷയശ്ച രാജർഷയ ഇദം ബ്രാഹ്മണാദീനാം ഉപലക്ഷണം. ഈ രാജർഷികൾ എന്ന് പറയുന്നത് രാജാക്കന്മാരും ഋഷിമാരും മാത്രമല്ല, ബ്രാഹ്മണരായിട്ടുള്ളവരും ഇത് അറിഞ്ഞിരുന്നു. അതിൻ്റെ ഉപലക്ഷണമായിട്ടാണ് എന്ന് പറഞ്ഞാൽ സ്വബോധകത്വ സ്വേതര ബോധകത്വം. ഉപലക്ഷണം, ഉപലക്ഷണം ഇത് കൂടാതെ മറ്റുള്ളവരെയും ഗ്രഹിക്കേണ്ടതാണ് എന്നർത്ഥം. രാജാനശ്ചതേ ഋഷയശ്ച രാജർഷയ ഇദം ബ്രാഹ്മണാദീന ഉപലക്ഷണം. രാജാനശ്ച ഋഷയശ്ച വിദുഹു, രാജാക്കന്മാരും ഋഷിമാരും അറിഞ്ഞു എന്നും പറയാം. നനു രാജഭിः ഋഷിഭിർ മഹാപുരുഷൈः, രാജാക്കന്മാരും ഋഷിമാരുമാകുന്ന മഹാപുരുഷൈः പരിഗൃഹീതത്വേ സർവത്ര പ്രസിദ്ധത്വാ. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചതാണെങ്കിൽ എല്ലായിടത്തും ഇത് പ്രസിദ്ധമായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇന്നും അത് നിലനിൽക്കുന്നു. പിന്നെ എന്നോട് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് സംശയം ഉണ്ടാകാം. പരിഗൃഹീതത്വേ സർവത്ര പ്രസിദ്ധത്വാ കിം ത്വയാ ഉപദിശിതേ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇത് ഉപദേശിക്കുന്നത്? ഇത്യതയാ എന്ന് സംശയമുണ്ടെങ്കിൽ അതിന് സമാധാനം പറയുകയാണ്. സയേവായം സ കാലേനേഹ മഹത യോഗോ നഷ്ടപരന്തവ.
സ യോഗ, ആ യോഗം മഹത്തായ ദീർഘമായ കാലം കൊണ്ട് നഷ്ടമായി. എല്ലാത്തിനെയും ജനിപ്പിക്കുന്നതും നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും കാലമാണ്. വലിയ വേദനകൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടായാൽ കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ അടങ്ങി ശാന്തമാകും. അതുപോലെ പണ്ടില്ലാത്തത് പലതും കാലം കൊണ്ട് ഉണ്ടായി വരും, കുറച്ചു കാലം നിലനിൽക്കും, നശിച്ചു പോവും. ജന്യാനാം ജനകക്കാലവും ജഗതാം ആശ്രയവും അത. ഉണ്ടാകുന്നതിനൊക്കെ ആശ്രയം കാലമാണ്. ഈ ജഗത്തിന് തന്നെ ആശ്രയം കാലമാണ്. അങ്ങനെ കാലം തന്നെ പരമാത്മാവ്, ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. കാലോസ്മി ലോകക്ഷയകർ പ്രവൃദ്ധോ എന്ന് 11-ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ പറയും. യോ യോഗ പൂർവം വിവസ്വതാദിഷു മയാ പ്രവർത്തിതോ യോ യോഗ ഞാൻ വിവസ്വാൻ മുതലായവർക്ക് ഉപദേശിച്ചു കൊടുത്ത യാതൊരു യോഗമാണോ സ ഇദാനീം മഹതാകാലേന വലിയ ദീർഘകാലം കൊണ്ട് കാലദേശ വിപര്യാസേന കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും വിപരീതത കൊണ്ട് വൈഷമ്യം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. പ്രവർത്തക അഭാവാത് പ്രവർത്തകന്മാരുമില്ല, അത് സ്വീകരിക്കേണ്ടവരുമില്ല. അതുകൊണ്ടാണ് അതിന് കോട്ടം സംഭവിച്ചത്. അഭാവാത് ഇഹ അസ്മിൻ ലോകേ ഈ ലോകത്തിൽ നഷ്ട യോഗോ നഷ്ട അത് നഷ്ടപ്പെട്ടു പോയി, നശിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിനക്ക് വീണ്ടും ഉപദേശിക്കേണ്ടി വന്നത്. സമ്പ്രദായ വിച്ഛിത്തി പ്രാപ്ത ഇത്യർത്ഥ. ആ സമ്പ്രദായം, ആ പരമ്പര നഷ്ടമായിപ്പോയി. ഒരു കണ്ണി വിട്ടുപോയാൽ പോയി. പരമ്പരയായി ഇങ്ങനെ വരുന്നത്, കണ്ണി വിച്ഛേദം വന്നു കഴിഞ്ഞാൽ ആ യോഗം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പ്രായമായവരും ചെറുപ്പക്കാരുമൊക്കെ ആയിട്ടുള്ളവർ ഇതൊക്കെ പഠിച്ച് അവരവരുടെ കുട്ടികൾക്കും ആ ഇഷ്ടമുള്ള ആളുകൾക്കും അതിൽ ശ്രദ്ധാവിശ്വാസമുള്ളവർക്കുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ അത്യാവശ്യം. വിനഷ്ടസമ്പ്രദായ സ യോഗ. അങ്ങനെ സമ്പ്രദായം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ യോഗം കിമർത്ഥം പുനഃ ഇദാനീം ത്വയാ പ്രവർത്തിത. പിന്നെ എന്തിനു വേണ്ടിയാണ് അങ്ങ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത്, വീണ്ടും ഉപദേശിച്ചു കൊണ്ടുവരുന്നത്? ഇത്യാകാംക്ഷായ എന്നിങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളപ്പോൾ കൂടസ്ഥ അസംഗചിദ്രൂപ ഏവ. കൂടസ്ഥനും ഒന്നിനോടും ഒട്ടലില്ലാത്തവനും ചൈതന്യസ്വരൂപനുമായിരിക്കുന്ന ആ പരമാത്മാവ് ഏവ ആത്മന്യ അവിക്രിയേ. ആത്മാവ് അവിക്രിയമായിരിക്കുന്ന യാതൊരു വികാരവുമില്ലാത്തതായ ആത്മാവിൽ അവിക്രിയേ അവിഷയെ. അത് ആരുടെയും ഒരു പ്രമാണത്തിനും വിഷയമാകുന്നതല്ല. അവിഷയെ അനാത്മ തദ്ധർമ്മ കർമാണി അഭ്യസ്യ. അനാത്മവിഷയമായിട്ടുള്ള കർമ്മങ്ങളും ധർമ്മങ്ങളുമൊക്കെ അഭ്യസ്യ കർത്താഹം. അപ്പോൾ വിചാരിക്കുന്ന എന്താണ്? ഞാൻ ഈ കർമ്മത്തിൻ്റെ കർത്താവാണ്. ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്ന ഭോക്താവാണ്. കർമ്മഫലം അനുഭവിച്ച് തീരാത്തതുകൊണ്ട് വീണ്ടും അത് അനുഭവിക്കാനായിട്ട് ജനിക്കേണ്ടി വരും. ജനന മരണങ്ങളൊക്കെ അനുഭവിക്കുന്ന ദീനനും ദുഃഖിതനുമാണ് ഞാൻ എന്നൊക്കെ തന്നെ ആരാണോ വിചാരിക്കുന്നത്, ആ വിചാരത്തിന്, വിപരീത വിചാരത്തിന് മാറ്റം വരാൻ വേണ്ടിയാണ് ഞാൻ കർത്താവല്ല, ഞാൻ നിമിത്തം മാത്രമാണ് എന്നറിഞ്ഞ് നിമിത്തമാത്രം ഭവ സവ്യസാചൻ എന്ന് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത് കൊണ്ടാണ്. ധർമ്മകർമ്മണ്യ അഭ്യസ്യ കർത്താഹം ഭോക്താഹം സുഖി ദുഃഖി മോമുഹ്യ എന്നിങ്ങനെ അത്യധികം മോഹവലയത്തിൽപ്പെട്ട് കിടക്കുന്ന ജീവന്മാരെ മോഹത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയാണ് ഭഗവാനിത് ഉപദേശിക്കുന്നത്. ഞാൻ കർത്താവാണ്, ഭോക്താവാണ്, ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്. ഇതൊക്കെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ കർമ്മങ്ങളെ നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ്. വാസ്തവത്തിൽ ആത്മാവ് അസംഗനും ചൈതന്യസ്വരൂപനുമാണ്.
മുക്തനാണ്, നിത്യമുക്തനാണ്, അതറിയാതെ. ദുഃഖീതി മോമുഹ്യമാനം ദോധൂയമാനം, ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ കമ്പനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദോധൂയമാനം ലോകം ഇമം ആലോക്യ, ഈ ലോകത്തെ കണ്ടിട്ട് കൃപയാ, തൻ്റെ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട്, തം സംസാര സാഗരാത് ദിധീർഷയ, ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കുവാനുള്ള, ഉയർത്തുവാനുള്ള ഇച്ഛ കൊണ്ടാണ് ഈ യോഗം വീണ്ടും ഉപദേശിച്ചത്. ഉദ്ദിധീർഷയ മയാ ത്വാം നിമിത്തീകൃത്യ, അർജുനെ വെറുമൊരു നിമിത്തമാക്കി വെച്ചുകൊണ്ട്, അർജുനു വേണ്ടി മാത്രമല്ല ഇത് ഉപദേശിച്ചത്. അർജുനന് താൽക്കാല ഫലം ഉണ്ടായി, പക്ഷേ ലോകത്തിനെ തന്നെ, ഇത് ആര് ആഗ്രഹിക്കുന്നു, തൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവരെല്ലാവരും ഉയർച്ച ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ അതിൻ്റെ വഴി കാണാതെ കിടക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാനിത് ഉപദേശിച്ചത്. നിമിത്തീകൃത്യ പ്രവർത്തിത ഇത്യാശേന, അങ്ങനെയാണ് ഞാൻ ഇത് ഉപദേശിക്കാൻ തുടങ്ങിയത് എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട്. സയേവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹ്യേതദുത്തമം. സ ഏവ അയം യോഗ, ആ അന്ന് പറഞ്ഞ ആ യോഗം തന്നെയാണ് ഈ യോഗം. സ ഏവ അയം യോഗ മയാ തേ, നിനക്ക്, അദ്യ ഇന്ന്, യോഗ പ്രോക്ത, ആ യോഗം തന്നെയാണ് ഇന്ന് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നത്. എങ്ങനെയുള്ളതാണ്? പുരാതന, പണ്ടേ ഉള്ളതാണ്, സൃഷ്ടിയുടെ ആദികാലം മുതൽ പ്രവർത്തിച്ചു പോരുന്നതാണ്. അത് മഹാകാലം കൊണ്ട്, കാലവികാരം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് ഞാൻ നിനക്ക് ഇപ്പോൾ ഉപദേശിച്ചു തന്നിരിക്കുകയാണ്. ഭക്തഹാസി, അത് സ്വീകരിക്കുവാൻ നീ ശ്രദ്ധയുള്ളവനാണ്, ഭക്തിയുള്ളവനാണ്, ഭക്തനാണ്. അതുപോലെ സഖ, അതിനേക്കാളുപരി നീ എൻ്റെ സഖാവാണ്, കൂട്ടുകാരനാണ്. ഈ രണ്ട് ലക്ഷണമാണ്, രണ്ട് യോഗ്യതയാണ് അർജുനെ ഈ തത്വം ഉപദേശിക്കുവാൻ ഭഗവാനെ പ്രേരണ ചെലുത്തിയത്. കാരണം ഇല്ലെങ്കിൽ, ഇവിടെ ഭഗവാന്റെ ഈ ഉപദേശമില്ലായിരുന്നെങ്കിൽ അർജുനൻ യുദ്ധം ഉപേക്ഷിച്ച് പോകും, അധർമ്മം കൊടികുത്തി വാഴും, പാണ്ഡവന്മാരെയും അവരുടെ സൈന്യത്തെയും എല്ലാം നശിപ്പിച്ചതിന്. അതുണ്ടാകാതിരിക്കാൻ സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്, അല്ലാതെ അവിടെ യുദ്ധം ചെയ്യാൻ ഭഗവാൻ പറയുന്നില്ല. യുദ്ധത്തിന് അനുമതി കൊടുക്കുകയാണ്. കാരണം ഭഗവാൻ ആരെയും യുദ്ധം ചെയ്യാൻ പിടിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല, അത് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ ദൂത് പോയതുകൂടാണ്. ഭഗവാനെ കൂടെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചതാണ് ദുര്യോധനും കൂട്ടരുമൊക്കെ. അങ്ങനെയുള്ള ആ യുദ്ധം ധർമ്മ രക്ഷയ്ക്ക് വേണ്ടി, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, എപ്പോഴെപ്പോഴാണോ ധർമ്മത്തിന് ക്ഷയമുണ്ടാകുന്നത്, അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം വർദ്ധിക്കുന്നത്, അപ്പോൾ അധർമ്മികളെ ഇല്ലാതാക്കാനും ധർമ്മരക്ഷയ്ക്കും വേണ്ടി ഭഗവാൻ അവതാരം എടുക്കുന്നു. ഗ്ലാനിർഭവതി അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, അപ്പോഴാണ് താൻ തന്നെ സൃഷ്ടിച്ച് സ്വയം ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയും. സയേവ അയം യോഗ തേ അദ്യ മയാ പുരാതന യോഗ മയാ പ്രോക്ത, ഈ പണ്ടേ ഉള്ള ഈ യോഗം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. അതിന് നിനക്കുള്ള യോഗ്യത ഭക്തനാണ്, അതുപോലെ എൻ്റെ കൂട്ടുകാരനുമാണ്. അതുപോലെ രഹസ്യം ഹി ഏതദുത്തമം, ഇത് വളരെ രഹസ്യമായ കാര്യമാണ്, അത് എല്ലാവരും അറിയുന്നതല്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അത് ഉപദേശിച്ചു തരുന്നതെന്ന് പറയുകയാണ്. സയേവായം പൂർവം വിവസ്വതേ സമ്പ്രദായ പ്രവർത്തയെ, പണ്ട് വിവസ്വാന്, സൂര്യന് സമ്പ്രദായ പ്രവർത്തനത്തിന് വേണ്ടി
ഉപദേശിച്ചതായ പുരാതന അനാദി ശ്രുതി മൂലകത്വ, അനാദിയായ ശ്രുതിയാണിതിന് മൂലകാരണം ഈ ഭഗവാൻ ഉപദേശിക്കാൻ. അങ്ങനെ ശ്രുതി മൂലകമായതുകൊണ്ട് മൂലകത്വ സനാതന, ഇത് എന്നും ഉള്ളതാണ്, ചിരന്തനമായിട്ടുള്ളതാണ്. യോ യോഗ പ്രോക്ത, യാതൊരു യോഗമാണോ ഉപദേശിച്ചു കൊടുത്തത്, സംസാര ധ്വാന്ത വിധ്വംസക. സംസാരമെന്ന് പറയുന്നത് അജ്ഞാനമാകുന്ന ഇരുട്ടാണ്. ഇരുട്ട് പ്രകാശം കൊണ്ടേ നശിക്കൂ, ഇതുപോലെ അജ്ഞാനമാകുന്ന ഇരുട്ട് ജ്ഞാനം കൊണ്ടേ നശിക്കൂ. അജ്ഞാനധ്വാന്ത വിധ്വംസകമായ ഈ ജ്ഞാനയോഗം അത് ഉപദേശിച്ചിരിക്കുന്നത്. സംസാരധ്വാന്ത വിധ്വംസക സ ഏവ അയം യോഗ, അങ്ങനെയുള്ളതായ ഈ ജ്ഞാനയോഗം മയ എന്നാൽ അദ്യ ഇന്ന് ഇപ്പോൾ, മയ അദ്യ കർത്തൃത്വ ഭോക്തൃത്വ ഭ്രമേണ മുഹ്യമാനായ, ഞാൻ കർത്താവാണ്, അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും. കാരണം മഹാപാപമാണ് ചെയ്യുന്നത്, എത്ര കാലം ഇനിയും നരകത്തിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞല്ലോ. കർത്താവാണെന്നും അതിൻ്റെ ഫലഭോക്താവാണെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ മോമുഹ്യമാനായ, അത്യന്തം മോഹത്തിൽപ്പെട്ട് കിടക്കുന്ന മുഹ്യമാനായ തേ തുഭ്യം പ്രോക്ത, അങ്ങനെയുള്ള അർജുനന് ഞാനത് ഉപദേശിച്ചത്. ബുദ്ധി മോഹ വിച്ഛിത്തയെ, ബുദ്ധിക്കുണ്ടായിരിക്കുന്ന ഈ മോഹത്തെ വിച്ഛേദിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയാണ് ഉപദേശിച്ചത്. ഉപദിഷ്ട ഇത്യർത്ഥ. അർജുനസ്യ ജ്ഞാന ഉപദേശ യോഗ്യത, അർജുനൻ ഈ ജ്ഞാനം കേൾക്കാൻ, ജ്ഞാനം നേടാൻ ഉള്ള യോഗ്യതയുണ്ടോ? യോഗ്യതയുള്ളവർക്ക് കൊടുത്തെങ്കിലേ അത് ഫലപ്രദമാകുകയുള്ളൂ. അത് കാണിക്കുകയാണ്. ഭക്ത ഇത്യാദന, ഭക്തനാണ്, സഖാവാണ്. അതുപോലെ വേറൊന്നുകൂടെ പറഞ്ഞു, ഭക്തോസിമേ സഖാചേതി രഹസ്യം, അതുപോലെ ഇത് രഹസ്യമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. യഥാ ശിവമയോ വിഷ്ണു ഏവം വിഷ്ണുമയ ശിവ. വിഷ്ണു ശിവമയനും ശിവൻ വിഷ്ണുമയനുമാണ്. പാർവതീദേവിക്ക് ജ്ഞാനം ഉപദേശിക്കുമ്പോൾ അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വിഷ്ണു ഭഗവാനെയാണ് ധ്യാനിക്കുന്നത്. അതുപോലെ വിഷ്ണു ഭഗവാനോ എപ്പോഴും ശിവനെയാണ് ധ്യാനിച്ചത്. രണ്ടും വേറെ വേറെ അല്ല, ഒന്ന് തന്നെ എന്ന് കാണിക്കാനാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് രാമേശ്വരത്ത് പരമശിവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചിട്ടാണ് പോയത്. എല്ലാം ഒന്ന് തന്നെ എന്ന് കാണിക്കാനും. ചിലരുണ്ട് ശിവഭക്തന്മാർ, അല്ലെ ശിവക്ഷേത്രത്തിൽ പോകില്ല വിഷ്ണു ഭക്തന്മാരായിട്ടുള്ളവർ, അതൊക്കെ തെറ്റാണ് എന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ശിവൻ ഭക്തന് വിഷ്ണുവിനും, വിഷ്ണുവിൻ്റെ ഭക്തന്മാർ ശിവനെയും എല്ലാം ആരാധിക്കണം. എല്ലാം ഒന്ന് തന്നെയാണ്. ഉപാധിഭേദം കൊണ്ട് പല പല പേരുകളോ പല പല സ്ഥാനങ്ങളോ ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും വാസ്തവത്തിലുള്ളതല്ല. അതൊക്കെയും ഔപാധികമായിട്ട് വന്നു ചേർന്നതാണ്. ശിവൻ്റെ നിവേദ്യം കഴിക്കാത്ത ആളുകളുണ്ട്. ചുടല ഭസ്മമൊക്കെ ധരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ നിവേദ്യം കഴിച്ചാൽ നമ്മളും ഭ്രഷ്ടരായി പോകുമെന്ന വിചാരമാണ്, അങ്ങനെയുള്ള ദുർവിചാരമാണ്. എന്നാൽ അത് ശരിയല്ല. ശിവൻ്റെ ഹൃദയത്തിൽ വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ശിവനുമാണുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്. യഥാ ശിവമയോ വിഷ്ണു ഏവം വിഷ്ണുമയ ശിവ ഇതി ശിവകേശവയോ അഭേദശ്രവണാത് ശിവരൂപം മാമേവ. ശ്രീകൃഷ്ണൻ തന്നെ പറയുകയാണ്, ശിവസ്വരൂപനായ മംഗളസ്വരൂപനായ ഞാൻ തന്നെയാണ്. മാമേവ.
മാമേവ ബഹിഹി അന്തര അവഗമ്യ, അകത്തും പുറത്തുമെല്ലാം ഞാൻ തന്നെയാണ് കുടികൊള്ളുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അമായയ, യാതൊരു മായയും കൂടാതെ ശ്രദ്ധയോടുകൂടി ഭജതി അതോ മേ ഭക്തഹാസി, നീ എന്നെ ശ്രദ്ധയോടുകൂടി ഭജിക്കുന്നത് കൊണ്ട് നീ എൻ്റെ ഭക്തനാണ്. ഭക്തനെ അത് ഉപദേശിക്കാം. സദാ മത് ഭജനശീലോസി, എപ്പോഴും നീ എന്നെ തന്നെ ഭജിക്കുന്നവനായിരിക്കുന്നു. അതുകൊണ്ട് നീ എൻ്റെ ഭക്തനാണ്. ഭക്തനായതുകൊണ്ട് നിന്നോട് ഞാൻ ഈ യോഗം ഉപദേശിക്കുന്നു. സാ മത് ഭജനശീല അസി, അങ്ങനെ സദാ എന്നെ തന്നെ ഭജിക്കുന്നവനാണ്. സഖാവാണ്. സഖാചാസി, നീ എൻ്റെ കൂട്ടുകാരനുമാണ്. സ്നിഗ്ധ, സ്നേഹമുള്ളവൻ, ഭഗവാനിൽ സ്നേഹമുള്ളവനാണ്. സ്നിഗ്ധ. സഖ്യുഹു സ്മരണശ്രവണാത്, അങ്ങനെ സ്നേഹമുള്ളവനാണ് സഖാവിൽ എന്നുള്ള ശ്രുതിയുള്ളതുകൊണ്ട്. ദ്രവീഭൂതമാന ചിത്ത, ഭഗവാന്റെ ഹൃദയം അലിഞ്ഞാണ് അർജുനെ സഹായിക്കാൻ ഈ യോഗം ഉപദേശിച്ചു കൊടുത്തത്. ഏറ്റവും രഹസ്യമായത് തനിക്ക് ഏറ്റവും പ്രിയമുള്ള ആളുകളോടാണ് ഉപദേശിക്കുന്നത്. അങ്ങനെ ഉപദേശിച്ചു കൊടുത്തത്. മമ അയം ഭക്ത, ഇവൻ എൻ്റെ ഭക്തനാണ്, സ്നേഹമുള്ളവനാണ്. സ്നിഗ്ധസ്ഥൈതി ഹേതോരേവ സ യോഗ്യ, അതുകൊണ്ട് ഈ അർജുനൻ യോഗ്യനാണ്. അങ്ങനെയുള്ള തേ ഉപദിഷ്ട, നിനക്ക് ഞാൻ ഉപദേശിച്ചു എന്ന അർത്ഥം. കിം ഏവം പാത്രപരിശീലനം യോഗ്യ ഉപദേശ ആയ ഇത്യദേഹ, എന്തിനാണ് ഇങ്ങനെ, സത്പാത്രമാണോ ഈ ജ്ഞാനം സ്വീകരിക്കുവാൻ യോഗ്യനാണോ എന്ന് ജ്ഞാനം ഉപദേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും നോക്കണമോ എന്നാണ് പറഞ്ഞത്. രഹസ്യം, കാരണം ഇത് വളരെ രഹസ്യമായിട്ടുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ഉത്തമ അധികാരിക്കേ അത് കൊടുക്കാൻ പാടുള്ളൂ, അവർക്കേ അത് ഫലപ്രദമാവുകയുള്ളൂ. ഗൃഹസ്ഥാനാം അകർമ്മിണാം ഉത്തമം സർവോത്തമം പരം ബ്രഹ്മ. എല്ലാവർക്കും കർമ്മമൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവർക്കൊക്കെയും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പരബ്രഹ്മമാണ്, പരമാത്മാവാണ്. പരം ബ്രഹ്മ തത് പ്രാപ്തിഹേതുത്വാ, ആ പരമാത്മാവിനെ പ്രാപിക്കുവാൻ അറിയുവാനുള്ള കാരണമായതുകൊണ്ട് ഉത്തമ സാധനത്വം, ഉത്തമമായ ശ്രേഷ്ഠമായ സാധനമാണ് മുക്തേഹ്, മോക്ഷത്തിന്. അതയേവ രഹസ്യം, അതുകൊണ്ട് തന്നെ ഇത് വളരെ രഹസ്യമായിട്ടുള്ളതാണ്. ഏകാന്തമായി ഇരിക്കുന്നവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. കെട്ടുപിണഞ്ഞ് ലോക വ്യവഹാരങ്ങളിൽപ്പെട്ട് അങ്ങനെ കുത്തുമറിയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നതല്ല. രഹസ്യം അതയേവ ന കസ്മൈചിത് വക്തവ്യം, ആർക്കെങ്കിലും വേണ്ടി ഉപദേശിച്ചാൽ അത് ഫലപ്രദമാവില്ല എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മജ്ഞാനമാണ് ഈ ഗീതയിൽ ഉടനീളം ഉപദേശിക്കുന്നത്. മറ്റെന്തെങ്കിലും ഉപദേശങ്ങളുണ്ടെങ്കിൽ അതും അന്ധകരണ ശുദ്ധിദ്വാര ആത്മജ്ഞാന പ്രകാശനത്തിന് ഉപകരിക്കുന്നതാണ്. അത് നേടുക എന്നുള്ളതാണ്. ഈ യോഗത്തിൽ, ഈ ആധ്യാത്മിക അന്തര്യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ച നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ, അതുപോലെ അനേക കാലങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തിയതിൻ്റെ, ഈശ്വര ആരാധനയുടെ ഒക്കെ പുണ്യപരിഭാഗം കൊണ്ടാണ് ഇങ്ങനെയുള്ള നമ്മളെക്കുറിച്ചറിയാൻ ആരും ശ്രമിക്കാറില്ല. എല്ലാ വിദ്യകളും അനാത്മവിഷയങ്ങളിലാണ്. അത് നേടിയാൽ വലിയ നേട്ടമുണ്ടാകും എന്ന് വിചാരിച്ച് സമ്പത്ത്, ഭൗതിക സമ്പത്ത് എന്ന് പറയുന്നത്
അതെത്രയോ നിസ്സാരം ആത്മീയ സമ്പത്തിനെ വെച്ച് നോക്കുമ്പോൾ. സാധനചതുഷ്ടയ സമ്പന്നരായിട്ടുള്ളവർക്കാണ് ഈ ആത്മജ്ഞാനം സരളമായി മനസ്സിലാകുന്നത്. വിവേകം ചെയ്യാനുള്ള കഴിവുണ്ടാകണം ആദ്യമേ തന്നെ. ആത്മാവ്, ഞാൻ വാസ്തവത്തിൽ ആരാണ്, എന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ളത് എന്തൊക്കെയാണ്, ഞാൻ ഏതേത് കാണുന്നുണ്ടോ അതൊക്കെ എന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതാണ്. എൻ്റെ പേനയോ എൻ്റെ വസ്ത്രമോ എൻ്റെ കണ്ണാടിയോ ഒന്നും ഞാനല്ല. എൻ്റേത് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഞാനിൽ നിന്ന് ഭിന്നമാണത്. അതുപോലെ ഈ ശരീരവും ശരീരത്തിലെ അവയവങ്ങളും എൻ്റേതാണ്. എൻ്റെ കാല്, കയ്യ്, കണ്ണ്, മൂക്ക്, തല, ഇതൊക്കെ എൻ്റേതാണ്. അന്നമയ കോശത്തിലുള്ളതൊക്കെയും വേറെയാണ്. അതുപോലെ എൻ്റെ പ്രാണൻ എന്ന് പറയുന്നത്, പ്രാണൻ ഞാനാണോ? പ്രാണനും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും കൂടി ചേർന്നതായ പ്രാണമയ കോശവും ഞാനല്ല. അതുപോലെ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേർന്ന മനോമയ കോശവും ഞാനല്ല. അതും ദൃശ്യമാണ്, കാണപ്പെടുന്നുണ്ട്, അറിയുന്നതുകൊണ്ട് അത് ഞാനല്ല. ബുദ്ധിയും ജ്ഞാനേന്ദ്രിയവും കൂടി ചേർന്നതായ വിജ്ഞാനമയ കോശവും ഞാനല്ല. അതിനും ആന്തരമായിട്ടുള്ളതായ ആനന്ദമയ കോശം, സുഷുപ്തിയിൽ നമുക്ക് അനുഭവപ്പെടുന്നതായ സുഷുപ്തി ആനന്ദം, അതും ആനന്ദത്തിൻ്റെ ഒരു വികാരമാണ്. അതുകൊണ്ട് അതും ഒരു കോശമാണ്, സ്വരൂപത്തെ മറച്ചു വച്ചിരിക്കുന്ന മറയാണത്. അതും ഞാനല്ല. പിന്നെയോ അതിൻ്റെയൊക്കെ പ്രകാശകമായിരിക്കുന്ന കൂടസ്ഥ ചൈതന്യം, ഒരിക്കലും ഒരു മാറ്റവുമില്ലാത്ത, ഏറ്റവും കൊച്ചായിരിക്കുന്ന സമയത്ത് എപ്പോൾ നമുക്ക് ഓർമ്മ വെച്ചോ അതുമുതൽ ഇത്രയും കാലം വരെ എൻ്റെ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു, എന്നാൽ എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു മാറ്റവുമില്ലാത്ത ആ പരമാത്മാവ് തന്നെ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുകൊണ്ടിരിക്കെ നമ്മളത് മനസ്സിലാക്കാതെ ഈ ദൃശ്യവർഗങ്ങൾ സമ്പാദിക്കാനും അതിനെ സംരക്ഷിക്കാനും ഈ ശരീരത്തെ പരിപോഷിപ്പിക്കാനും വേണ്ടി നിരന്തരം പരിശ്രമിച്ച് വ്യർത്ഥമായി അവസാനം ഇതെല്ലാം കളഞ്ഞിട്ട് പോകേണ്ടി വരും. പണം എന്തെങ്കിലും കൊണ്ടുപോകുമോ, പേരെന്തെങ്കിലും കൊണ്ടുപോകുമോ, എല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ട് പോവുകയുള്ളൂ. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ അതെല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കാനാണ് ഇതിൽ ഒക്കെ ആത്യന്തികമായിട്ട് ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുക, നമ്മളുടെ കടമകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും ഞാനല്ല എന്നറിഞ്ഞ് ഇതെല്ലാം ദൃശ്യകോടിയിൽപ്പെട്ടതാണ്, അനാത്മവസ്തുക്കളാണ്, ഞാൻ ഇതിൻ്റെയൊക്കെ സാക്ഷിയായ ആ ചൈതന്യമാണ്. ആ ചൈതന്യം പരമാത്മ ചൈതന്യത്തിൽ നിന്ന് ഭിന്നമല്ല. ആ ഈശ്വരൻ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ പരിപൂർണമായി കൂടികൊള്ളുന്നു എന്നറിഞ്ഞ് സംസ്ഥഭ്യ ആത്മാനമാത്മന, തൻ്റെ സ്വരൂപത്തിൽ, ബ്രഹ്മാഭിന്നമായ സ്വരൂപത്തിൽ തൻ്റെ മനസ്സിനെ ഉറപ്പിച്ച് അവിടെ തന്നെ അല്പസമയം വിശ്രമിക്കുമ്പോൾ കിട്ടുന്നതായ ആ ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത് അനുഭവിക്കുവാൻ ഈ അന്തര്യോഗത്തിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 11:15 കഴിഞ്ഞ് 11:15 11:30 വരെയാണോ? 11:30 വരെയാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പോൾ തീർന്നെന്നുള്ള ആത്മജ്ഞാനമാണ് നമ്മൾ നേടേണ്ടത്. അത് മഹാവാക്യങ്ങൾ, തത്വമസ്യാദി മഹാവാക്യങ്ങളുമൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉപദേശിക്കുന്നത്. തത്വമസി ഛാന്തോഗ്യ ഉപനിഷത്തിൽ ശ്വേതകേതു എന്ന് പറയുന്ന പുത്രൻ തൻ്റെ പിതാവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആദ്യമേ അദ്ദേഹം ഗുരുകുലവാസത്തിന് പോയതാണ്. 12 വർഷത്തെ ഗുരുകുലവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വലിയ വിദ്വാനാണ് എന്ന അഭിമാനത്തോടു കൂടിയാണ് വന്നത്. അപ്പോൾ ആ വിദ്യ പൂർണ്ണമാണോ? നീ ആ പരമാത്മാവിനെ കുറിച്ച് അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തത്വം എനിക്ക് ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ, അറിയാമായിരുന്നെങ്കിൽ ഗുരുവും അത് എനിക്ക് ഉപദേശിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അങ്ങ് തന്നെ എനിക്കത് ഉപദേശിച്ചു തരണം എന്ന് പറയുമ്പോഴാണ് ആത്മാവിനെ കുറിച്ച് ഉള്ള ആ 9 പ്രാവശ്യമാണ് 6-ാമത്തെ അധ്യായത്തിൽ, ഛാന്തോഗ്യോപനിഷത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ ഈ തത്വമസി മഹാവാക്യം ഉപദേശിച്ചു കൊടുക്കുന്ന വിവിധ സംശയങ്ങൾ മാറാൻ ഓരോരോ ഉദാഹരണങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. തത്വമസി, തത് എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ, തത് ഉപാധിയുമായ ദൂരെ ഇരിക്കുന്നതാണല്ലോ അതെന്ന് പറയുന്നത്. അങ്ങനെ പരമാത്മാവ്, ഈശ്വരൻ, ജഗതീശ്വരൻ, അത് നീ
ത്വം എന്ന് പറയുമ്പോൾ നീയാണ്. നീ എന്ന് പറയുന്നത് ജീവൻ. ജീവൻ്റെ ഉപാധിയായ ശരീരമോ അന്ധകരണങ്ങളോ അവിദ്യയോ ഒക്കെ പെടും. ആ ഉപാധിയിൽ കുടികൊള്ളുന്ന ചൈതന്യം ഏതെന്നോ അത് പരമാത്മ ചൈതന്യം തന്നെയാണ്. പരമാത്മാവും നീയും വേറെ വേറെയല്ല, ഒന്ന് തന്നെ. അപ്പോൾ ഉപാധികളെ തത്പദത്തിൻ്റെ വാച്യാർത്ഥമായ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ മായോപാധികനായ ഈശ്വരനും അവിദ്യോപാധികനായ ജീവനും ഇത് രണ്ടും വേറെ വേറെയല്ല, ഒന്ന് തന്നെ. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി അനേക ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു ഉദാഹരണമാണ്, ഒരു ആലിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ആലിൻ്റെ വിത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, ഒരു കായ. ആ കാ പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞു. പൊട്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ വിത്തുകളുണ്ട്. ആ വിത്ത് വീണ്ടും പൊട്ടിക്കാൻ പറഞ്ഞു. പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും കാണാനേ ഇല്ല. വീണ്ടും അതിനെ പൊട്ടിച്ചാൽ, നമുക്കിപ്പോൾ കടലയൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉറങ്ങിയിരിക്കുന്ന ഒരു ചെടിയുടെ സുഷുപ്താവസ്ഥയിലുള്ള വിത്ത് കാണാം ആ കടല പരിപ്പിൻ്റെ അകത്ത്. എന്നാൽ ഈ ആൽവൃക്ഷത്തിൻ്റെ ഒരു വിത്ത് പൊട്ടിച്ചാൽ അതിൻ്റെ അകത്ത് ഒന്നും കാണാനില്ല, ഒന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ മനസ്സിലാക്കിക്കോണം, കാണാനില്ലാത്ത ഈ ബീജത്തിൽ നിന്നാണ് ഈ വലിയ വൃക്ഷം, ആ പ്രദേശം മുഴുവൻ മറയ്ക്കുന്ന വലിയ ശക്തമായ ഈ വൃക്ഷമുണ്ടായി വന്നിരിക്കുന്നത്. ഇതുപോലെ കാണാൻ പറ്റാത്ത അത്ര സൂക്ഷ്മമായിരിക്കുന്ന ആ പരമാത്മ തത്വത്തിൽ നിന്നാണ് ഈ സ്ഥൂല പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വന്നിരിക്കുന്നത്. നിൻ്റെ ഈ ശരീരവും അതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ ശരീരങ്ങളോ ഇതൊക്കെ കാണുന്നത് അതിസൂക്ഷ്മമായ വസ്തുവിനെ കാണുവാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അത് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ സ്ഥൂലമായിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഇതൊക്കെ സ്ഥൂലമായിട്ടുള്ളതാണ്. അതിനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ സൂക്ഷ്മാംശമോ ശബ്ദം, നമുക്ക് കേട്ടറിയ ശബ്ദ ഗുണകം ആകാശം. അതുപോലെ സ്പർശനം ആണ് വായുവിൻ്റെ ഗുണം. ശബ്ദവും സ്പർശവും രണ്ട് ഗുണം അതിൽ നിന്നുണ്ടായ കാര്യത്തിൽ വായുവിലുണ്ട്. വായുവിൻ്റെ കാര്യമായ അഗ്നിയിൽ മൂന്നാമത്തെ രൂപമെന്ന ഗുണം പുതുതായിട്ട് വന്നു ചേരുന്നു. കാരണഗുണങ്ങളായ ശബ്ദവും സ്പർശവും അതുപോലെ രൂപവും ഉണ്ടാകുന്നു. ജലത്തിലേക്ക് വരുമ്പോൾ രസമെന്ന മറ്റൊരു ഗുണം കൂടി ഉണ്ടാകുന്നു. കാരണഗുണങ്ങൾ ശബ്ദസ്പർശ രൂപത്തോടൊപ്പം രസവും ഉണ്ടായി വരുന്നു. അതുപോലെ കാര്യമായ ഭൂമിയിലോ ജലത്തിൻ്റെ കാര്യമായ ഭൂമിയിൽ ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന 5 ഗുണങ്ങൾ. ഗുണങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അത് കൂടുതൽ സ്ഥൂലശൂലങ്ങളായി വരുന്നു. സൂക്ഷ്മങ്ങളിലേക്ക് പോകുമ്പോൾ പ്രളയകാലത്തിൽ ഇതിന് വിപരീതമായിട്ടാണ്, സൃഷ്ടിക്ക് വിപരീത കാര്യമായിട്ടാണ് പ്രളയം നടക്കുന്നത്. ഭൂമി ജലത്തിലും ഭൂമി ജലത്തിൽ എന്ന് പറഞ്ഞാൽ ഭൂമി ഗന്ധതന്മാത്രയായി മാറുകയാണ്. ആ ഗന്ധതന്മാത്ര തൻ്റെ കാരണമായിരിക്കുന്ന ജലത്തിലേക്കും ജലം അതിൻ്റെ കാരണമായ രസതന്മാത്രയിൽ മുഴുകും. ആ രസം തന്നെ പിന്നീട് രൂപതന്മാത്രയായ അഗ്നിയിലും അഗ്നിയുടെ കാരണമായിരിക്കുന്ന രൂപതന്മാത്രയിലും, ആ രൂപതന്മാത്ര സ്പർശ തന്മാത്രയുടെ കാര്യമായ വായുവിലും, വായു രൂപതന്മാത്രയായി പരിണമിച്ച് ആ വായു പിന്നെ ആകാശത്തിൽ ലയിച്ച് ആകാശത്തിൻ്റെ കാരണമായിരിക്കുന്ന ശബ്ദതന്മാത്രയിൽ ലയിച്ച് അതിനും കാരണമായിരിക്കുന്ന മായ, ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന മായയിൽ നിന്നാണ്. തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശസംഭൂത ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപ അഭ്യ പൃഥ്വി പൃഥിവ്യാം ഓഷധയ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ. അന്നത്തിൽ നിന്നാണ് ഈ ജീവനൊക്കെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നശിക്കുന്നതാണ്, മാറ്റത്തിന് വിധേയമാണ്, പരിണമിക്കുന്നതാണ്. എന്നാൽ മാറ്റമില്ലാത്ത ഒരേ ഒരു ചൈതന്യം ആണ് ഈശ്വരനിൽ പരമാത്മാവും അതുപോലെ ജീവൻ്റെ സ്വരൂപമായിരിക്കുന്ന അധിഷ്ഠാന ചൈതന്യം, കൂട്ടസ്ഥ ചൈതന്യം, നിർവികാര ചൈതന്യം. അത് രണ്ടും ഒന്നാണ് എന്നുള്ളതാണ് ഈ മഹാവാക്യം ഉപദേശിക്കുന്നത്. അതുപോലെ ഒരു ഉപ്പുകല്ല് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നപ്പോൾ അത് കാണാം. അത് പിന്നീട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തു നോക്കുമ്പോൾ
ആ ഉപ്പ് കല്ലിങ്ങി എടുത്തു എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാൻ പറ്റുമോ? വെള്ളത്തിൽ അലിത്തു പോയി. എന്നാൽ രുചിച്ച് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും മധ്യഭാഗത്തു നിന്നും അടിഭാഗത്തു നിന്നും എവിടെ നിന്ന് രുചിച്ച് നോക്കിയിട്ടും എല്ലാം ഉപ്പുമയമാണ്. അപ്പോൾ ഒരു വിധത്തിൽ കാണാൻ പറ്റുമെങ്കിലെങ്കിലും മറ്റൊരു വിധത്തിൽ അതിനെ അറിയാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ. ആ ഒരു നഖനികന്ദനം എന്ന് പറഞ്ഞാൽ നഖം വെട്ടി, അതിൻ്റെ കാരണം ഇരുമ്പാണ്. ഇരുമ്പിൽ നിന്നാണ് അതുണ്ടാക്കിയത്. അപ്പോൾ ആ ഇരുമ്പ് ആയുധങ്ങൾക്കെല്ലാം മൂലകാരണം. ഇതുപോലെ പരമാത്മാവാണ് ഈ സകല പ്രപഞ്ചത്തിനും കാരണം എന്ന് അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ആ പരമാത്മാവ് തന്നെ നമ്മളുടെ യഥാർത്ഥ സ്വരൂപമെന്ന് ധ്യാനിച്ച് സംസ്തഭ്യ ആത്മാനമാത്മന തൻ്റെ മനസ്സിനെ ആത്മാകാരമാക്കി നിർത്തി അങ്ങനെ സ്വരൂപ സാക്ഷാത്കാരം നേടി ജീവൻ മുക്തി ജന്മ സാഫല്യം. മനുഷ്യജന്മത്തിൻ്റെ പരമപ്രയോജനം എന്ന് പറയുന്നത് തന്നെ ഈ ഈശ്വര സാക്ഷാത്കാരമാണ്. അതാണ് കേനോപനിഷത്തിലും പറയുന്നത്, ഇഹ ചേത് അവേദീത് അഥ സത്യമസ്തി. ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് മനുഷ്യജന്മത്തിൽ ആ ഈശ്വരനെ അറിഞ്ഞുവെങ്കിൽ അത് സത്യമാണ്. നചേതിഹാവേദീത്, ആ ഈശ്വരനെ അറിയാൻ സാധിച്ചില്ല എങ്കിൽ മഹതീ വിനഷ്ടി, ഏറ്റവും വലിയ നഷ്ടമാണ്. ഭൂതേഷു വിചിത്യ ധീര, എല്ലാ വസ്തുക്കളിലും ആ തത്വത്തെ വേർതിരിച്ചറിഞ്ഞ് ധീരന്മാരായിട്ടുള്ളവർ വിച്യധീരാഹ അമൃതാഭവന്തി. അങ്ങനെ മരണരഹിതമായിരിക്കുന്ന തൻ്റെ സ്വസ്വരൂപത്തിൽ എത്തിച്ചേർന്ന് ഭ്രമം മാറി മോഹവലയത്തിൽ നിന്നും വിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ എത്തിച്ചേർന്ന് മോക്ഷസുഖം അനുഭവിക്കാൻ സാധിക്കുമെന്ന് എല്ലാ ഉപനിഷത്തുകളും ഗീതയും എല്ലാം ഉപദേശിക്കുന്നു. ധ്യാന വിഷയത്തിലും പറയും, ധ്യാതൃധ്യാനേ പരിത്യജ്യ, ഞാൻ ധ്യാനിക്കുന്നവനാണ്, ഇതെൻ്റെ ധ്യാനമാണ്, ഇതെൻ്റെ ധ്യാന വിഷയമാണ്. അപ്പോൾ ധ്യാതാവിനെയും ധ്യാനത്തെയും വിട്ട് കേവലം ധ്യേയികാകാരമായിട്ട് എന്തിനെയാണോ ധ്യാനിക്കുന്നത്, ഈശ്വരനെ, ആ ഈശ്വരൻ തന്നെയായി തീരുക. അതാണ് അതിൽ ഉള്ള സ്ഥിതിയാണ് സമാധി. ധ്യാതൃധ്യാനേ പരിത്യജ്യ ക്രമാധ്യേയികഗോചരം നിവാതദീപവത്, കാറ്റില്ലാത്തിടത്ത് കൊളുത്തി വച്ചിരിക്കുന്നതായ വിളക്ക് പോലെ ഒരേ വടിവിൽ ചിത്തം ഇരുന്നാൽ അതുതന്നെയാണ് സമാധി. സമാധിരഭിധീയത എന്ന് പറയും. അങ്ങനെ ആ സമാധി സുഖത്തിലൂടെ നമ്മളുടെ സ്വസ്വരൂപം പരമാത്മാ അഭിന്നമായ സ്വരൂപമാണെന്ന് സാക്ഷാത്കരിച്ച് ജീവൻ മുക്തി അടയുവാൻ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരു അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ചും പറഞ്ഞു സ്വാമിജി ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയാണ്. അടുത്ത മെയ് മാസം 8-ാം തീയതിയാണ് 100 വർഷം പൂർത്തിയാകുന്നത്. അങ്ങനെയുള്ള ഈ അവസരം ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങൾ, ആദർശങ്ങൾ, ഉപദേശങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ട് ലോകം തന്നെ ഒരു പുതിയ സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് മാറുവാൻ ചട്ടമ്പി സ്വാമികൾ എല്ലാവരെയും ആത്മതുല്യം സ്നേഹിച്ചിരുന്നതാണ്. അതുതന്നെയാണ് എല്ലാവർക്കും നേടേണ്ടതായിട്ടുള്ളത്. അതിന് ചട്ടമ്പി സ്വാമി ഗുരു പരമ്പരയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം തസ്സത്. ഹരി.